ഇറാൻ US ചർച്ച നാളെ നടക്കുമെന്ന് സൂചന. രണ്ടാംഘട്ട സമാധാന ചർച്ചകൾക്കായി US പ്രതിനിധി സംഘം നാളെ ഇസ്ലാമാബാദിൽ എത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ. വെടിനിർത്തലിൽ ധാരണയായില്ലെങ്കിൽ ഇറാന്റെ എല്ലാ ഊർജ്ജ കേന്ദ്രങ്ങളും പാലങ്ങളും ആക്രമിക്കും എന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. എന്നാൽ ചർച്ച ഇറാൻ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഇറാൻ US ചർച്ച നാളെ നടന്നേക്കുമെന്ന് ട്രംപ് സൂചന നൽകിയത്. രണ്ടാംഘട്ട ചർച്ചകൾക്കായി US പ്രതിനിധി സംഘം നാളെ ഇസ്ലാമാബാദിലെത്തുമെന്നും ട്രംപ് അറിയിച്ചു. ഇറാൻ ഇത് അവസാന അവസരമാണ്. വെടിനിർത്തലിൽ ധാരണയായില്ലെങ്കിൽ ഇറാന്റെ എല്ലാ ഊർജ്ജ കേന്ദ്രങ്ങളും പാലങ്ങളും ആക്രമിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാനോട് ഇനി നന്നായി പെരുമാറില്ലെന്നും ട്രംപ്. ഇറാൻ ഹോർമുസ് അടച്ചത് അമേരിക്കയ്ക്ക് സഹായകമാണ്. ഓരോ ദിവസവും ഇറാന് $500 മില്യൺ നഷ്ടമാവുകയാണ്. ഇറാനുമായി നീതിപൂർവമായ കരാറിൽ ഏർപ്പെടാനാണ് ആഗ്രഹിക്കുന്നതെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ വ്യക്തമാക്കി. എന്നാൽ ചർച്ചയെക്കുറിച്ച് ഇറാൻ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. യുദ്ധം അന്തസ്സോടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നെന്നും ഇറാന്റെ ആണവാവകാശങ്ങൾ നിഷേധിക്കാൻ ട്രംപിന് അവകാശമില്ലെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രതികരിച്ചു. ആണവാവകാശങ്ങൾ ഉപയോഗിക്കരുതെന്ന് ട്രംപ് പറയുന്നു. എന്നാൽ ഇറാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ട്രംപ് പറയുന്നില്ല. ശത്രുവിനെതിരെ ഒന്നിച്ചു നിൽക്കണമെന്നും പെസഷ്കിയാൻ ആഹ്വാനം ചെയ്തു. അമേരിക്കയുടെ നാവിക ഉപരോധം പിൻവലിക്കാതെ ഹോർമുസ് കടലിടുക്ക് തുറക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.